എന്താണ് ഒരു അനുനയ നീക്കമാണോ സാർ? കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ അവിടെ വെച്ച് ഇല്ല, അവിടെ വെച്ച് ഇറങ്ങി വരുമ്പോൾ സംസാരിക്കും. അനുനയ നീക്കമാണോ അതോ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അനുനയമൊന്നുമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനാപരമായി കാര്യങ്ങളെ പരിശോധിക്കുക. ജില്ലാ സെക്രട്ടറി നേരിട്ട് അങ്ങയുടെ വസതിയിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? അല്ല, അത് ഞാനും രാജു എബ്രഹാം തമ്മിൽ കാണുന്നത് സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്കും പാർട്ടി എന്നുള്ള നിലയ്ക്കുമാണ്. അത് ഞങ്ങൾ തമ്മിൽ പണ്ട് ഇവിടെ വരുന്നതാണ്, ഞാൻ അങ്ങോട്ടും പോയിട്ടുള്ളതാണ്. ഇപ്പോൾ വന്നതിന് പ്രത്യേകതയൊന്നും കാണണ്ട. സുഹൃത്ത് ബന്ധം എന്നതിലുപരി തന്റെ നിലപാട് കൃത്യമായിട്ട് തന്നെ ജില്ലാ സെക്രട്ടറി അറിയിക്കില്ലേ? അത് കഴിഞ്ഞിട്ട് പറയാം. അതൊക്കെ കഴിഞ്ഞിട്ട് രാജു എബ്രഹാം പറയും. പോസ്റ്റ് ഇന്നലെ തന്നെ പിൻവലിച്ചിരുന്നു, പക്ഷേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അത് ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ അങ്ങനെ പറയും. പറഞ്ഞല്ലോ, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോൾ എന്തെങ്കിലും സമ്മർദ്ദമുണ്ടോ മേൽത്തട്ടിൽ നിന്ന്? പക്ഷെ പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഇരുവരും പോകുന്നില്ല. ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും വ്യക്തമാക്കിയത് കൂടിക്കാഴ്ച കഴിയട്ടെ, അതിനുശേഷം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തന്നെ കാണാൻ വന്നു, തങ്ങൾ തമ്മിൽ വ്യക്തിപരമായി സംസാരിക്കുന്നു, അതിനുശേഷം കാര്യങ്ങൾ പറയാം എന്നാണ് ഇപ്പോൾ A. പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും A. പത്മകുമാർ തൻ്റെ നിലപാടിൽ നിന്നും മാറാനുള്ളൊരു സാധ്യതയില്ല. സംഘടനാ ഘടകത്തിലേക്ക് എത്തിക്കണം. അതേസമയം വീണ ജോർജ് മന്ത്രി എന്ന നിലയിൽ, അതായത് പാർലമെന്ററി രംഗത്തെ ഒരു അനുഭവ സമ്പത്ത് കൊണ്ട് മാത്രം CPMന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രത്യേക ക്ഷണിതാവാക്കിയതിൽ കടുത്ത അമർഷം A. പത്മകുമാറിനുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മുതൽ ഈ മണിക്കൂർ വരെ ആവർത്തിച്ച് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ നിലപാട് തന്നെ പാർട്ടിയിൽ മറ്റു പലർക്കും ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ A. പത്മകുമാറിനെ അനുകൂലിച്ചുകൊണ്ട് ആരെങ്കിലും നിലപാട് വ്യക്തമാക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. കാരണം അങ്ങനെ വരികയാണെങ്കിൽ അത് കടുത്ത വിഭാഗീയതയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്.